ഹലോ. കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമറൊക്കെ കുറച്ചൊക്കെ അറിയാം, പക്ഷേ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല, സെൻറ്റൻസസ് തെറ്റുമെന്ന് പേടി, അതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ ഈ കാര്യമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റണം. ഓരോരോ ചോദ്യം വരുമ്പോൾ തിരിച്ച് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് നിർത്താണ്ട് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ബേസിക് ലെവൽ മുതൽ വൃത്തിക്ക് പഠിച്ചു വരികയാണ്. ഈ സീരീസിൽ ഗ്രാമർ പഠിപ്പിക്കുന്നില്ല. കാരണം ഗ്രാമർ പഠിച്ച് അത് ആലോചിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. കുറേ പ്രാക്ടീസ് വേണം. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രാക്ടീസിലാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് 4ാമത്തെ ലെസനാണ്. ഇതിന് മുമ്പ് 3 ലെസൺസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് വരുന്നത്. അത് കാണാത്തവർക്ക് അത് കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ കോമെൻറ്റിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ലെസൻ്റെ നോട്ട്സും താഴെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നായിരുന്നു ചോദ്യം. സമയം എത്രയായി അതായിരുന്നു ചോദ്യം. എങ്ങനെ പറയാ? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? സമയം 5:30 എങ്ങനെ പറയാ? ഇറ്റ്സ് 5:30. ഇത് തുടങ്ങുമ്പോഴാണ് എപ്പോഴും പാട്. കാരണം ഇറ്റ് ഇസ് എന്ന് വെച്ച് തുടങ്ങണം. ഇറ്റ്സ് എന്ന് വെച്ച് തുടങ്ങണം അല്ലേ? ഇറ്റ് ഇസ് എന്നുള്ളത് ചുരുക്കിയിട്ട് ഇറ്റ്സ് എന്നാണ് പറയാം. അപ്പോൾ ഇറ്റ്സ് 5:30. ഈ സമയം പറയുമ്പം അല്ലെങ്കിൽ വെദറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഇറ്റ് ഇസ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങുക. ഇറ്റ്സ് 5:30 എന്ന് വെച്ചാൽ 5 കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു അല്ലെ? ഹാഫ് എന്ന് പറയുമ്പോൾ 30 മിനിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് 6:15 ഒരു ബസ് ഉണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് എ ബസ് അറ്റ് 6:15. വെരി ഗുഡ്. അപ്പോൾ ഈ 3 സെൻറ്റൻസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അതിനോട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇത് അറിയാത്തവർ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുക കേട്ടോ ആദ്യം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കോൺവെർസേഷനും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം ഒരു കോൺവെർസേഷനാണ്. ഒരു കോൺവെർസേഷൻ എന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം പറയുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ല. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ചോദ്യം മനസ്സിൽ വെച്ചിട്ട് വേണം അത് കേൾക്കാൻ. ഓക്കെ? ആദ്യത്തെ ചോദ്യം, ഡസ് മാക്സ് ഓൺ ദ ബെഡ് ആൻഡ് ദ കൗച്ച്? മാക്സിന് സ്വന്തമായിട്ട് ബെഡുണ്ടോ കൗച്ചും ഉണ്ടോ? 2 കാര്യങ്ങൾ, ബെഡും കൗച്ചും. ഇത് രണ്ടും മാക്സിൻ്റെ സ്വന്തമാണോ? ഡസ് മാക്സ് ഓൺ ദ ബെഡ് ആൻഡ് ദ കൗച്ച്? രണ്ടാമത്തെ ചോദ്യം, ഹൂ ഗേവ് മാക്സ് ദ ടോയ് മങ്കി? ആരാണ് മാക്സിന് ടോയ് മങ്കി കൊടുത്തത്? ഹൂ ഗേവ് മാക്സ് ദ ടോയ് മങ്കി? മൂന്നാമത്തെ ചോദ്യം, ഇഫ് യു വിസിറ്റ് റോയ്, നിങ്ങൾ റോയിനെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അയാളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ, വാട്ട് ഷുഡ് യു നോട്ട് ലീവ് ഓൺ ദ ഫ്ലോർ? വാട്ട് ഷുഡ് യു നോട്ട് ലീവ് ഓൺ ദ ഫ്ലോർ? ലീവ് ഇറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നിലത്തിട്ടോളൂ, ഫ്ലോറിലിട്ടോളൂ. വാട്ട് ഷുഡ് യു നോട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്, നിലത്തിടാൻ പാടില്ലാത്തത് എന്നാണ് ചോദ്യം. 3 ചോദ്യങ്ങൾ പിടിയിട്ടില്ലോ? ഞാനിവിടെ കാണിക്കാം 3 ചോദ്യം. അപ്പോൾ ആദ്യത്തെ കോണ്ടെക്സ്റ്റിൽ ആദ്യത്തെ ചോദ്യമാണ് റെലവൻറ്റ്. അപ്പോൾ ഞാൻ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് അതിന് ഉത്തരം സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് ജസ്റ്റ് ലിസണിങ്ങിന് വേണ്ടിയിട്ടാണ്, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ? അപ്പോൾ ശ്രദ്ധിക്കൂ. ഹായ്, ഐ എം റോയ് ആൻഡ് ദിസ് ഇസ് അബൌട്ട് മൈ ഡോഗ് മാക്സ്. മാക്സ് ഇസ് ഫണി and acts like everything is his. His bed? Yes, that's definitely his. The couch? Not really his. But he sleeps there like it belongs to him. Once he took my dad's cap and wouldn't give it back. He thought it was his, but it wasn't. It was my dad's, not his. Max has an old blanket. It used to be mine when I was a baby. Now it is his blanket. He sleeps with it every night. I gave it to him, so now it's not mine anymore. It's completely his. My sister had a toy monkey she loved. She gave it to Max last year. It was hers, but now it's his. Well, at least Max thinks so. Sometimes she says, "That's still mine," but Max
just wags his tail and runs off with it. Max also tries to take your stuff. If you visit our house, don't leave your socks on the floor. He'll grab them and hide them. He doesn't mean to steal, he just thinks everything is his. Even though Max tries to own everything, one thing is clear. He is mine. അപ്പോൾ ഇത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഈ ഉത്തരങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ മിക്കവാറും വരുന്ന സെൻറ്റൻസുകൾ, ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ട സെൻറ്റൻസുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹിസ്, യോസ്, യോർ, മൈൻ എന്നൊക്കെ പറഞ്ഞുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. നമ്മുടെ ബ്രെയിൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നെ അത് എളുപ്പമാവും. ഈ പരിപാടികൾ, ഈ ഹിസ്സും അവേഴ്സും യോസും ഒക്കെ ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതൊരു കോൺവെർസേഷനാണ്. അനു ചോദിക്കുകയാണ്, യോ നീ ഭയങ്കര ക്ഷീണിച്ചിരിക്കണമല്ലോ, എങ്ങനെ പറയും? നമ്മൾ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു കുഴപ്പം പോലെ ഉണ്ടെങ്കിൽ യു ലുക്ക് ടയേർഡ്, യു ലുക്ക് ടയേർഡ്. നിന്നെ കണ്ടിട്ട് ക്ഷീണിച്ച മാതിരി ഉണ്ട്, യു ലുക്ക് ടയേർഡ്. എന്താ പറ്റിയേ എന്ന് പറയും. എന്താന്ന് പറയാൻ? വാട്ട് ഹാപ്പൻഡ്? യു ലുക്ക് ടയേർഡ്, വാട്ട് ഹാപ്പൻഡ്? ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് നല്ല ഹാപ്പി ആണെങ്കിൽ എന്ത് പറയും? യു ലുക്ക് ഹാപ്പി, വാട്ട് ഹാപ്പൻഡ്? എന്താ പ്രത്യേകിച്ച് ഇത്ര സന്തോഷം? യു ലുക്ക് ഹാപ്പി, വാട്ട് ഹാപ്പൻഡ്? യു ലുക്ക് സാഡ്, സാഡ് എന്ന് വെച്ചാൽ ദുഃഖത്തിൽ. യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻഡ്? കണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുക. അപ്പോൾ അനു എന്താ പറയണത്? അനു ആരുടെ അടുത്താ പറയണേ? മനുവിൻ്റെ അടുത്ത്. യു ലുക്ക് ടയേർഡ്, ഭയങ്കര ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ, വാട്ട് ഹാപ്പൻഡ്? എന്താ പറ്റിയേ? അപ്പം മനു പറയാം, ഇന്നൊരു നീണ്ട ദിവസമായിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് എ ലോങ് ഡേ. അപ്പോൾ എനിക്കിന്നൊരു ഭയങ്കര നീളമുള്ള ദിവസം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ദിവസം കഴിഞ്ഞ ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് പറയാണ്, ഒരു വലിയൊരു ദിവസമായിരുന്നു എന്ന്, കുറേ പണി ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. എങ്ങനെ പറയാം? ഐ ഹാഡ് എ ലോങ് ഡേ, നീണ്ട ദിവസം. ഐ ഹാഡ് എ ലോങ് ഡേ. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. എങ്ങനെ പറയും? അപ്പോൾ എഴുന്നേൽക്കുക, ഉണരുക എന്നുള്ള അർത്ഥം പറയണമെങ്കിൽ വേക്കപ്പ്. അപ്പോൾ 5 മണിക്ക് എണീറ്റു ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഐ വോക്ക് അപ്പ് അറ്റ് 5. ഐ വോക്ക് അപ്പ് അറ്റ് 5. 5 മണി, 5. അറ്റ് 5. അപ്പോൾ സമയത്തിനോട് എപ്പോഴും എത്ര മണിക്ക് എന്ന് പറയാൻ അറ്റ് 5. ഐ വോക്ക് അപ്പ് അറ്റ് 5. അപ്പോൾ അനു ചോദിക്കുകയാണ്, നീ സാധാരണ ഈ 5 മണിക്കൊക്കെ എണീക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കും. സാധാരണ എന്ന് പറയാൻ യൂഷ്വലി. ഓക്കെ, നീ സാധാരണ 5 മണിക്ക് എണീക്കാറുണ്ടോ? അപ്പോൾ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നുള്ള സെൻറ്റൻസുകളെല്ലാം ഡു യു എഴുന്നേക്കുക, വേക്ക് അപ്പ് അറ്റ് 5. അപ്പോൾ സാധാരണ എന്ന് പറയാൻ ആ ഡു യു കഴിഞ്ഞിട്ട് യൂഷ്വലി. ഡു യു യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5? അത് എൻ്റെ കൂടെ അത് പറയൂ ഓർക്കെ. ഡു യു യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5? അപ്പോൾ മനു പറയാണ്, എണീക്കാറുണ്ട്, എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ്. എങ്ങനെ പറയാം? അപ്പോൾ ഡു യു യൂഷ്വലി ഡു സംതിങ് എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ഡു, ഉത്തരം യെസ് ഐ ഡു. ഇല്ലാന്നാണെങ്കിൽ നോ ഐ ഡോണ്ട്. അപ്പോൾ ഇവിടെ മനു പറയാണ്, ചെയ്യാറുണ്ട്, യെസ് ഐ ഡു. ഡു യു യൂഷ്വലി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഡു യു യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? ഈറ്റ് അല്ലെങ്കിൽ ഹാവ്, ഇത് രണ്ടും ഉപയോഗിക്കാം കേട്ടോ കഴിക്കുന്നതിന്. അപ്പോൾ ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് രാവിലെ തന്നെ ഇറങ്ങി ഓടി ജോലിക്ക് പോകും. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഡു യു യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ നിങ്ങളെന്താ പറയുക? കഴിക്കാറുണ്ടെങ്കിൽ യെസ് ഐ ഡു, കഴിക്കാറില്ലെങ്കിൽ നോ ഐ ഡോണ്ട്. സാധാരണ ഞാൻ കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അങ്ങനെ. ഡു യു യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5? അപ്പോൾ മനു എന്താ പറയണേ? യെസ് ഐ ഡു, എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ്. ഇറ്റ്സ് ദ സെയിം എവറി ഡേ, എല്ലാ ദിവസവും ഇതുപോലെയാണ്. ഇറ്റ്സ് ദ സെയിം എവറി ഡേ, 2 വാക്കുകളാണ്, എല്ലാ ദിവസവും, എവറി ഡേ. ഇറ്റ്സ് ദ സെയിം എവറി ഡേ. എന്നിട്ട് പറയാണ് എന്തൊക്കെയാണ് ചെയ്യാന്ന്. രാവിലെ എഴുന്നേക്കും, അങ്ങനെ പറയാം. അപ്പോൾ വേക്കപ്പ് എന്ന് വെച്ചാൽ ഉണരുക. എഴുന്നേക്കുക എന്ന് പറയുന്നത് പൊതുവെ ഗെറ്റ് അപ്പ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഉണർന്ന ഉടനെ ചാടി എണീക്കില്ലോ ചില ആൾക്കാർ. മിക്ക ആൾക്കാരെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധമൊന്നും വരില്ല, കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, അത് കഴിഞ്ഞാലും ബോധം വരില്ല. അപ്പോൾ യു വേക്ക് അപ്പ് ആൻഡ് ദെൻ ഹാഫ് ആൻ അവർ ലേറ്റർ യു ഗെറ്റ് അപ്പ്. അപ്പോൾ ആൾ പറയണത്
ഐ ഗെറ്റ് അപ്പ്, ഞാൻ എഴുന്നേക്കും. കുളിക്കും, എങ്ങനെ പറയാ? ടേക്ക് എ ഷവർ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഷവറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഷവർ വെച്ച് കുളിക്കുന്നു പറയാൻ ടേക്ക് എ ഷവർ. അപ്പം സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് ജോലിക്ക് പോകും, ആൻഡ് ഗോ ടു വർക്ക്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? ഐ ഗെറ്റ് അപ്പ്, ഇത്ര മണിക്ക് ഇത് വേണമെങ്കിൽ അവിടെ പറയാം, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഐ ഗെറ്റ് അപ്പ്, ടേക്ക് എ ഷവർ, ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഗോ ടു വർക്ക്. അപ്പം അനു ചോദിക്കാം, വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നാണോ? ഞാൻ ചോദിക്കാം, ആർ യു ഹിയർ ആഫ്റ്റർ വർക്ക്? വർക്ക് കഴിഞ്ഞിട്ട് വന്നാണോ? ആർ യു ഹിയർ ആഫ്റ്റർ വർക്ക്? ആർ യു ഹിയർ ആഫ്റ്റർ വർക്ക്? ഓക്കെ. ഇപ്പം ഡു യു വർക്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതിൻ്റെ അർത്ഥം എന്താ? വർക്ക് ചെയ്യാറുണ്ടോന്ന്. നീ ഇവിടെ വന്നിരിക്കുന്നത് വർക്ക് കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കാൻ ആർ യു ഹിയർ ആഫ്റ്റർ വർക്ക്? അപ്പം മനു പറയാണ്, അല്ല, വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാൻ പോയി, എന്നിട്ട് വീട്ടിൽ പോയി എന്ന് പറയും. അപ്പം നേരത്തെ കണ്ട സെൻറ്റൻസുകൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഐ ഗെറ്റ് അപ്പ്, ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നേരെ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സാധാരണത്തെ കാര്യമല്ല ചോദിക്കണേ, ഇന്നത്തെ കാര്യം ചോദിക്കുക. ഈ ഒരു സ്പെസിഫിക് സമയം കഴിഞ്ഞു പോയൊരു സമയം അല്ലേ? ഇപ്പം ആളിവിടെ ഇരിക്കുന്നുണ്ട്, വർക്ക് കഴിഞ്ഞിട്ട് നേരിട്ട് വന്നതല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അല്ലേ? അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറയാം, ഐ ബൈ ഗ്രോസറീസ് എന്നല്ല പറയാ, ഐ ബൈ സം ഗ്രോസറീസ് എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ഗ്രോസറീസ് വാങ്ങിക്കാറുണ്ടെന്ന്. ഞാൻ വാങ്ങിച്ചു കുറച്ച് ഗ്രോസറീസ്. ഐ ബോട്ട് സം ഗ്രോസറീസ്, എന്നിട്ട് വീട്ടിൽ പോയി. ആൻഡ് ഗോ ഹോം അല്ല, വെൻറ്റ് ഹോം. ആൻഡ് ഐ വെൻറ്റ് ഹോം. ഓക്കെ. അപ്പോൾ അനു ചോദിക്കാണ്, ആർ യു ഹിയർ ആഫ്റ്റർ വർക്ക്? മനു പറയാണ്, നോ, ആഫ്റ്റർ വർക്ക് ഐ ബോട്ട് സം ഗ്രോസറീസ് ആൻഡ് വെൻറ്റ് ഹോം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കുക്ക് ചെയ്തു. ദെൻ എന്ന് വെച്ചാൽ പിന്നീട്, ദെൻ ഐ കുക്ക്ഡ് ഡിന്നർ. എന്നിട്ട് നിങ്ങളെ കാണാനിവിടെ വന്നു. ആൻഡ് കെയിം ടു മീറ്റ് യു ഓൾ. എന്നിട്ട് നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ അവിടെ എത്തി. ഓക്കെ. ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആ സംഭവം മനസ്സിലായോ? ഞാൻ കുളിക്കാറുണ്ട്, ഐ ടേക്ക് എ ഷവർ, ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ പറയാം. ഇത് ചോദിക്കുകയാണ്, ഇപ്പം നേരിട്ട് വന്നാണോ അതോ നീ ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും പണി എടുത്തിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ടാണോ വരണേന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ നേരിട്ടല്ല വരണേ അല്ലേ, ഓഫീസിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരില്ല, ഞാൻ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ ഉണ്ടായിരുന്നേ? ഐ ബോട്ട് സം ഗ്രോസറീസ് ആൻഡ് വെൻറ്റ് ഹോം, ദെൻ ഐ കുക്ക് ഡിന്നർ ആൻഡ് കെയിം ടു മീറ്റ് യു ഓൾ. എന്നിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരണത്. ഓക്കെ. അപ്പം ആര് ചോദിക്കുക, ആ എന്നാൽ പിന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല, അങ്ങനെ പറയാം, നോ വണ്ടർ യു ആർ ടയേർഡ്. അപ്പോൾ ഒരു അത്ഭുതവും ഇല്ല അതിനുള്ള വാക്കാണ് നോ വണ്ടർ. അപ്പോൾ നമ്മൾ ഒരാൾ എക്സാമിൽ ഫെയിലായി എന്ന് വിചാരിച്ചോ, കഴിഞ്ഞ ദിവസം മുഴുവൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടി വിയിൽ. അപ്പോൾ നീ പൊട്ടിപ്പോൾ നിങ്ങളെന്താ പറയുക അടുത്ത്? നോ വണ്ടർ യു ഫെയിൽഡ് അല്ലേ? എന്താ അത്ഭുതമുള്ളപ്പോൾ, രണ്ടക്ഷരം വായിച്ചാലേ പാസ്സാവുള്ളൂ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ജനലൊക്കെ തുറന്നിട്ടേക്കാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾ പറയാണ്, ദ വിൻഡോസ് ആർ ഓപ്പൺ, നോ വണ്ടർ ഇറ്റ്സ് കോൾഡ്. തണുത്തിരിക്കുന്നതിൽ ഒരു അത്ഭുതമില്ല, ഈ ജനലൊക്കെ തുറന്നിട്ട് പിന്നെ തണുക്കാണ്ടിരിക്കുമോ? നോ വണ്ടർ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആര്യ പറയാണ്, നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അത്ഭുതമില്ല, നോ വണ്ടർ യു ആർ ടയേർഡ്. ഞാനുണ്ടല്ലോ 7 മണിക്ക് എണീക്കുള്ളൂ. അങ്ങനെ പറയാ, ഐ ഓൺലി വേക്ക് അപ്പ് അറ്റ് 7. ഐ വേക്ക് അപ്പ് അറ്റ് 7 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 7 മണിക്കാണ് ഉണരാറ്. ഞാൻ 7 മണിക്കാണ് ഉണരാറ്. ഞാൻ 7 മണിക്കേ ഉണരാറുള്ളൂ എന്ന് പറയണമെങ്കിൽ ഐ ഓൺലി വേക്ക് അപ്പ് അറ്റ് 7. ആ ഓൺലി ഇട്ടാൽ മതി അവിടെ. ഐ ഓൺലി വേക്ക് അപ്പ് അറ്റ് 7. അപ്പം മനു ചോദിക്കുക, ആ അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാണ് ഈ കിടക്കാൻ പോണത്? അങ്ങനെ പറയാം, കട്ടിലേക്ക് ഉറങ്ങാൻ പോകില്ലേ, അത് എപ്പോഴാണ്? അത് നമ്മൾ ഉറങ്ങാൻ പോകണമെന്ന് പറയും, പക്ഷേ ഇംഗ്ലീഷിൽ ഗോ ടു ബെഡ് എന്നാ പറയാം, ഗോ ടു ബെഡ്. എപ്പോഴാണ് നീ ഉറങ്ങാൻ പോവാറ്? എങ്ങനെ പറയും? എപ്പോഴാന്ന് പറയാൻ വെൻ. എപ്പോഴാണ് നീ ഉറങ്ങാൻ പോവാറ്? വെൻ ഡു യു ഗോ ടു ബെഡ്. ഗോ എന്ന് വെച്ചാൽ പോവാ. വെൻ ഡു യു ഗോ ടു ബെഡ്. ശ്രദ്ധിക്കണം, നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വെച്ചിട്ടാ തുടങ്ങുക. ഡു യു ഈറ്റ് ഫിഷ്? മീൻ കഴിക്കാറുണ്ടോ? ഡു യു ബ്രഷ് യുവർ ടീത്ത്? നീ പല്ല് തേക്കാറുണ്ടോ? പല്ല് കണ്ടാൽ മതി മഞ്ഞച്ചിരിക്കണു.
പല്ല് തേക്കാറുണ്ടോ? ഡു യു ബ്രഷ് യുവർ ടീത്ത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നീ ചെയ്യാറുണ്ടോ? ഇനി നീ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കും. ഡു യു സ്ലീപ്പ് എന്ന് ചോദിക്കാം. നീ എപ്പോഴാണ് ഉറങ്ങാൻ പോവാറെന്ന് ചോദിക്കണമെങ്കിൽ എപ്പോഴും. വെൻ ഡു യു ഗോ ടു ബെഡ്? മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു. നീ എന്ന് പറയുമ്പോൾ ഡു യു ഡു ദിസ്. എപ്പോഴാണെന്ന് ചോദിക്കാൻ മുമ്പ് ഒരു വെൻ ഇട്ടാൽ മതി. വെൻ ഡു യു ഗോ ടു ബെഡ്? അപ്പോൾ ആര്യ പറയാണ്, അപ്പോൾ എപ്പോഴാണ് പോവാറെന്നാണ് ചോദിച്ചത്. പക്ഷെ ആര്യ എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ 11 മണിക്ക് കിടന്നു. എങ്ങനെ പറയും? അപ്പോൾ ഇന്നലത്തെ ഒരു കാര്യം ജനറലി ഉള്ള കാര്യമല്ല പറയണേ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. സാധാരണ ഉള്ള കാര്യമാണോ അതോ ഒരൊറ്റ സമയത്തെ കാര്യമാണോ? അപ്പോൾ ഇന്നലെ ഞാൻ 11 മണിക്ക് കിടന്നു എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് പാസ്റ്റ് ടെൻസിൽ പറയാം. ഐ വെൻറ്റ് ടു ബെഡ്. ഞാൻ പറഞ്ഞില്ലേ ഗോ ടു ബെഡ് ആണ് കിടക്കാൻ പോവുക. അപ്പോൾ ഇന്നലെ 11 മണിക്ക് കിടന്നു, അപ്പോൾ ഗോയുടെ പാസ്റ്റ് ടെൻസ്. ഐ വെൻറ്റ് ടു ബെഡ് അറ്റ് 11 യെസ്റ്റർഡേ. ഇന്നലെ അല്ലെങ്കിൽ വേണമെങ്കിൽ യെസ്റ്റർഡേ മുമ്പിലും വയ്ക്കാം. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ബെഡ് അറ്റ് 11. പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 12 മണി ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. എങ്ങനെ പറയും? പക്ഷേ ഇങ്ങനെ കുറേ നേരം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത ശേഷം അപ്പം അതിനെന്താ പറയുക? ഡൂം സ്ക്രോളിംഗ് എന്നൊരു വാക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നും നോക്കാതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ വീഡിയോ കണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ? ചിലപ്പോൾ ബോധത്തോടെ ചെയ്യുന്നതല്ല, അടുത്തത് വരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അതിന് പറയുന്ന വാക്കാണ് ഡൂം സ്ക്രോളിംഗ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ബട്ട് ആഫ്റ്റർ ഡൂം സ്ക്രോളിംഗ് ഓൺ ഇൻസ്റ്റഗ്രാം ഞാനൊരു 12 മണിയായപ്പോൾ ഉറങ്ങി. ഐ ഫെൽ അസ്ലീപ്പ് അല്ലേ? ഉറങ്ങി. ഐ ഫെൽ അസ്ലീപ്പ് അറൗണ്ട് 12. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ഒരു ടെൻസ് പഠിപ്പിക്കുക അങ്ങനെയല്ല പോണത്. ഞാൻ ഓരോ ടെൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്കൊരു സിലബസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ എക്സ്ട്രാ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ കമ്പയർ ചെയ്തിട്ട് ഇന്ന സമയത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസുകൾ കിട്ടുള്ളൂ. നമ്മൾ സാധാരണ കോൺവെർസേഷൻസിൽ ഒരു ടെൻസ് മാത്രമല്ല വരിക. ഇപ്പോൾ പ്രസൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇടയിൽ പാസ്റ്റ് കയറി വന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രീതിയിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ മെത്തേഡ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അറിയിക്കണം. കാരണം ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്വിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ആര്യ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം. ഞാൻ 11 മണിക്ക് കിടക്കാൻ പോയി. ഐ വെൻറ്റ് ടു ബെഡ് അറ്റ് 11 യെസ്റ്റർഡേ. ബട്ട് ആഫ്റ്റർ ഡൂം സ്ക്രോളിംഗ് ഓൺ ഇൻസ്റ്റഗ്രാം ഐ ഫെൽ അസ്ലീപ്പ് അറൗണ്ട് 12. അപ്പോൾ അനു പറയാം, അല്ല ഈ മനു ഇപ്പോൾ പറഞ്ഞു ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അനു പറയാം, ബൈ ദ വേ ഒരു കാര്യം പറയാനുണ്ട്, ഞാനേ ഡിന്നറൊന്നും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എങ്ങനെ പറയാ? ബൈ ദ വേ ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ് ഫോർ ഡിന്നർ. ഞാനേ ഡിന്നറിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവർ ഇങ്ങനെ എപ്പോഴാണ് എണീക്കുക എപ്പോഴാണ് ഉറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനുവിന് ടെൻഷനായി. എൻ്റെ ഇയാൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കണേ, ഞാനാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ എന്ത് കഴിക്കും എന്നുള്ളൊരു ടെൻഷനായി പോയി. അപ്പോൾ ആൾ ഇടയിൽ കയറി പറയാം, ബൈ ദ വേ ഒരു കാര്യമുണ്ട്, ബൈ ദ വേ ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ്. ഞാനിത് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് ഡൺ ഇറ്റ്. അപ്പം ഈ കുക്ക്ഡ് എന്നുള്ള വാക്ക് അവിടെ V3 ആണ്. V3യുടെ ലിസ്റ്റ് ഞാൻ എന്ന് വെച്ചാൽ വേർബ് ഇപ്പോൾ നമ്മൾ ഈറ്റ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബേസ് ഫോം. പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് സ്ലെപ്റ്റ് എന്നൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ വെൻറ്റ് ഗോഡ് വെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പാസ്റ്റ് ടെൻസ്. ഇനി ഇതല്ലാതെ വേറൊരു ഫോം ഉണ്ട് V3 എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഈ ഹാവ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുക. ഐ ഹാവ്, യു ഹാവ്, ഷീ ഹാസ് എന്നൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് V3 വരിക. അപ്പോൾ ആ വേർബിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ്. എനിത്തിങ്. ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ്. എന്തിന്? അത്താഴത്തിന്. ഫോർ ഡിന്നർ. ശ്രദ്ധിക്കേണ്ടത് അത്താഴം ഡിന്നർ ആണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ അവിടെ ഫോർ ഇടേണ്ട കാര്യം വിട്ടുപോകും. അതുകൊണ്ടാണ് കോൺവെർസേഷൻ വെച്ച് പഠിക്കുന്നത് കേട്ടോ. ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ് ഫോർ ഡിന്നർ. ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന. അതിന് പറയാം ഞാൻ വിചാരിച്ചു അല്ലേ? ഞാൻ വിചാരിക്കാറുള്ള കാര്യമല്ല പറഞ്ഞത്, ഞാനിപ്പോൾ വിചാരിച്ചൊരു കാര്യമാണ്. ഐ തോട്ട്. തിങ്ക് ആണ് വിചാരിക്കുക, ചിന്തിക്കുക. ഐ തോട്ട് പാസ്റ്റ് ടെൻസ് ആണേ. വി വുഡ് ഈറ്റ് ഔട്ട് ടുഡേ. ഇന്ന് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഐ തോട്ട് വി വുഡ് ഈറ്റ് ഔട്ട് ടുഡേ. ടുഡേ എന്ന് വെച്ചാൽ ഇന്ന്. പുറത്തുനിന്ന് കഴിക്കുന്നതിന് ഈറ്റ് ഔട്ട് എന്നാണ് പറയുക. അപ്പോൾ ആര്യ പറഞ്ഞ കാര്യം അനു പറഞ്ഞ കാര്യം നോക്കാം. ബൈ ദ വേ ഐ ഹാവൻറ്റ് കുക്ക്ഡ് എനിത്തിങ് ഫോർ ഡിന്നർ. ഐ തോട്ട് വി വുഡ് ഈറ്റ് ഔട്ട് ടുഡേ. അപ്പോൾ ആര്യ പറയാണ്, അയ്യോ എൻ്റെ കാര്യം ഇത് തന്നെ കേട്ടോ. എങ്ങനെ പറയാ? സെയിം ഹിയർ. അത്രയും പറഞ്ഞാൽ മതി.
സെയിം ഹിയർ. എൻ്റെ കാര്യം അത് തന്നെയാണ്, ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. സെയിം ഹിയർ. അപ്പോൾ മനു പറയാം, അയ്യോ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം, എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതി പറയാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാം, ഐ ക്യാൻ ജോയിൻ, എനിക്കത് പറ്റും, ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം, ഐ ക്യാൻ ജോയിൻ, എനിക്കത് പറ്റും, കുഴപ്പമില്ല. ഫോർ സംതിങ് ലൈറ്റായിട്ട് എന്തെങ്കിലും കാര്യം, അല്ലാണ്ട് ഒരു ബിരിയാണി ഒന്നും കഴിക്കാനെ കൊണ്ട് പറ്റില്ല. ഫോർ സംതിങ് ലൈറ്റ്, ഫോർ സംതിങ് ലൈറ്റ്, എന്തെങ്കിലും ലൈറ്റായ കാര്യത്തിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ജോയിൻ. ഓക്കെ, മനു എന്താ പറയണേ? ഐ ക്യാൻ ജോയിൻ ഫോർ സംതിങ് ലൈറ്റ്. അപ്പം അനു പറയാം, അറിയോ റീസ ഒരു കൂടെയുള്ള വേറെ കുട്ടിയാ 6 മണിക്കാണ് അത്താഴം കഴിക്കുക, അറിയോ അത്? അങ്ങനെ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയ സെൻറ്റൻസാണ്. അതൊന്ന് കാരണം അറിയോ? കാരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ജർമ്മനാണ് കുട്ടിക്ക് അറിയാവുന്നത്. പക്ഷെ ആ കുട്ടിയുടെ പാരൻസ് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രി, അതായത് റഷ്യൻ, പോളിഷ്, അങ്ങനെ സ്ലാവിക് ലാംഗ്വേജ് ചെയ്തുകൊണ്ട് സംസാരിക്കണം വീട്ടിൽ. ആ സമയത്ത് ആ കുട്ടിയുടെ പാരൻസ് ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ എൻ്റെ മോൻ വീട്ടിൽ ഡു യു നോ എന്ന് പറയും. അപ്പോൾ ഇവരാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഈ കുട്ടി ഡു യു നോ എന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് സുദർശൻ, എൻ്റെ മോൻ, അവിടെ അവന് ഈ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷും അവിടുത്തെ ജർമ്മനും ആകുമ്പോൾ അറിയാണ്ട് അവൻ ഇംഗ്ലീഷ് കയറി വരും. അപ്പോൾ അവനവിടെ ഈ എല്ലാ കുട്ടികളടുത്ത് എന്തെങ്കിലും പറയാൻ പോകണമെങ്കിൽ ഉടനെ ഡു യു നോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഡു യു നോ അവിടുത്തെ എല്ലാ കുട്ടികളും പഠിച്ചു. ഡു യു നോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാമെന്ന്. അപ്പോൾ ഡു യു നോയുടെ അർത്ഥമൊന്നും ചിലപ്പോൾ അവന് അറിയണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഒരു കോൺടെക്സ്റ്റിലാണ് അത് ഉപയോഗിക്കാമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ, അറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, ഡു യു നോ, മറക്കില്ലല്ലോ, ഡു യു നോ, എന്താ അറിയാമെന്ന് ചോദിക്കണേ. റീസ 6 മണിക്ക് ഡിന്നർ കഴിക്കുക, അത്താഴം കഴിക്കുക 6 മണിക്കാന്ന് എങ്ങനെ പറയാം? ഇമ്പോർട്ടൻ്റ് ആണ്. ഡു യു നോ റീസ ഹാസ് ഹെർ ഡിന്നർ അറ്റ് 6. എന്ത് സെൻറ്റൻസ് ആണത്? വാട്ട് ഈസ് ദിസ് എന്ന് തോന്നുന്നുണ്ടോ? ഐ ഹാവ് മൈ ഡിന്നർ അറ്റ് 6 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അത്താഴം 6 മണിക്കാണ് കഴിക്കാറ്. ഐ ഹാവ് എന്ന് വെച്ചാൽ കഴിക്കാം. പക്ഷേ പക്ഷെ വേറൊരാളുടെ പേരോ ഒരാളെക്കുറിച്ചോ നമ്മൾ പറയുമ്പം യുവോ മീയോ അല്ല, നിങ്ങളോ ഞാനോ അല്ല, വേറൊരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒറ്റ ആൾ കേട്ടോ, കുറേ ആൾക്കാരല്ല, നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറൊരാളെക്കുറിച്ച് പറയുമ്പം ആ ഹാവ് മാറി ഹാസ് ആവും. വേറൊരു സിംഗിൾ ആയിട്ടുള്ള ആൾ, കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇത് പറ്റില്ല. അപ്പോൾ സിംഗുലർ എസ്, അതാണ് ആലോചിക്കേണ്ടത്. സിംഗുലർ എസ്, വേറൊരു സിംഗിൾ ആയിട്ടുള്ള ആൾ വരുമ്പം എസ് വേണം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സിൽ. അപ്പോൾ ഷീ ഈറ്റ്സ് എന്ന് പറയാം, ഷീ ഈറ്റ്സ് ഹെർ ഡിന്നർ, ഈറ്റ്സ് എസ് വേണം അവിടെ. അതുപോലെ ഹാവിന് എസ് ഉള്ള ഫോം എന്താ? ഹാസ്. ഡു യു നോ റീസ ഹാസ് ഹെർ ഡിന്നർ അറ്റ് 6. റീസ 6 മണിക്കാണ് അത്താഴം കഴിക്കാറ്. കണ്ടോ, ആ ചെയ്യാറ് എങ്ങനെയാണ്, ആ സാധാരണ ഉള്ള കാര്യങ്ങൾ പറയാണ്. സോ റീസ ഹാസ് ഹെർ ഡിന്നർ അറ്റ് 6. ഡു യു നോ ദാറ്റ്? അറിയോ അത്? അപ്പോൾ ആര് പറയാം, എന്ത്, വാട്ട്, എന്തെന്ന് പറയാം, വാട്ട്? ഞാൻ ഉദ്ദേശിക്കണേ എങ്ങനെയാണ് ഈ 6 മണിക്ക് കഴിക്കാൻ പറ്റുക? ഐ മീൻ ഹൗ, എങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൗ. ആദ്യം കേട്ടപ്പോൾ തന്നെ ആര്യയ്ക്ക് ഭയങ്കര അത്ഭുതമായി. വാട്ട്, എന്ത്, ഐ മീൻ ഹൗ, എങ്ങനെയാണ് സാധിക്കണം അവൾക്ക്? ഞാൻ എൻ്റെ ഓഫീസിൻ്റെ പുറത്തിറങ്ങാൻ 6 മണിക്ക് ശേഷം, എന്ന് വെച്ചാൽ 6 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാറ് പോലും ഇല്ല. എങ്ങനെ പറയാത്? ഐ ഡോണ്ട് ഈവൻ ലീവ് ദ ഓഫീസ് എന്ന് വെച്ചാൽ ഇറങ്ങുക. ഐ ഡോണ്ട് ഈവൻ ലീവ് ദ ഓഫീസ് അറ്റ് 6. ഞാൻ ഓഫീസിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങാറുകൂടില്ല. അവൾ അത്താഴം കഴിക്കുക 6 മണിക്കാണെന്നോ? ഐ ഡോണ്ട് ഈവൻ, എന്തുപോലും ചെയ്യാറില്ല, ഐ ഡോണ്ട് ഈവൻ ലീവ് ദ ഓഫീസ് അറ്റ് 6. കുറച്ച് പാടുണ്ടോ പറയാൻ? ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ. എനിക്ക് ഒരു ബാഗ് പോലും ഇല്ല, ഇങ്ങനെ പറയും. ബാഗ് ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ് എ ബാഗ്. അപ്പം എനിക്ക് ബാഗ് പോലും ഇല്ല എന്നിങ്ങനെ പറയും. ഐ ഡോണ്ട് ഈവൻ ഹാവ് എ ബാഗ്. ഐ ഡോണ്ട് ഈവൻ ഹാവ് എ ബാഗ്. ഞാൻ പാട്ട് കേൾക്കാറുകൂടിയില്ല. പാട്ട് കേൾക്കുക, ലിസൺ ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കാറുകൂടില്ല. ഐ ഡോണ്ട് ഈവൻ ലിസൺ ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കാറുകൂടിയില്ല. ഐ ഡോണ്ട് ഈവൻ ലിസൺ ടു മ്യൂസിക്. ഞാൻ ഓഫീസിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങാറുകൂടിയില്ല. ഐ ഡോണ്ട് ഈവൻ ലീവ് ദ ഓഫീസ് അറ്റ് 6. അപ്പം മനു പറയാം, അതത്ര മോശം കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പറയാം, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് ആക്ച്വലി. മോശം എന്നുള്ള കാര്യമൊന്നുമല്ലത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് ആക്ച്വലി, ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി.
നമ്മൾ കേൾക്കാറില്ലേ ഈ നേരത്തെ ആഹാരം കഴിക്കണത്, അത്താഴം കഴിക്കണത് വയറിന് നല്ലതാണെന്ന്. എങ്ങനെ പറയാം? അപ്പോൾ വയറിന് എന്ന് പറയാം സ്റ്റമക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഗട്ട് എന്നൊരു വാക്കുണ്ട്, അത് ഉപയോഗിക്കാം. ദേ സേ, അവർ പറയണത് an early dinner is good for your gut. Good for your gut. പിന്നെ നേരത്തെ അത്താഴം കഴിക്കണത് ദേ സേ, ആര് പറയണേ? പൊതുവേ ജനങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയില്ലേ, ചിലപ്പോൾ ഓരോരോ ഫീച്ചറൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വരും, അല്ലെങ്കിൽ ആൾക്കാർ പറയും, അങ്ങനെയൊക്കെ നമുക്ക് പൊതുവേ ഒരു അറിവ് കിട്ടില്ലേ. അത് നമുക്കിങ്ങനെ ദേ സേ, അവർ പറയുന്നത് എന്ന് പറയാം. ആരെന്ന് ചോദിച്ചാൽ ഈ എക്സ്പേർട്സോ അല്ലെങ്കിൽ ഇതൊക്കെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മൾ ആരാ എക്സ്പേർട്സ് സേ എന്നൊന്നും പറയാറില്ല. അതൊക്കെ വല്ല ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലും ഇങ്ങനെ പറയും, എക്സ്പേർട്സ് സേ at 9:30 AM വി ഷുഡ് ഹാവ് ലഞ്ച്, അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ ദേ സേ an early dinner is good for your gut. Good for your gut. അപ്പോൾ ഇന്നൊരു കാര്യത്തിൽ നല്ലതാണ്. This is good for your body. Exams are good for your mental health. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം this is good for your ഇന്നൊരു കാര്യത്തിന്, അല്ലേ? ഒരു സെൻറ്റൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? സംതിങ് is good for your വേറൊരു കാര്യത്തിന്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്നൊരു കാര്യം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. Walking is good for dash. എഴുതുക സെൻറ്റൻസ്, വാക്കിംഗ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ an early dinner, ഒരു വസ്തു, ഡിന്നർ, അല്ലെങ്കിൽ സ്വീറ്റ്സ് ആർ നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, അങ്ങനെ പറയാം. പക്ഷേ ഒരു പ്രവൃത്തിയാവുമ്പോൾ നമ്മൾ ING വെച്ച് പറയാം. വാക്കിംഗ് ഇസ് ഗുഡ് ഫോർ യുവർ, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഇസ് ഗുഡ് ഫോർ, അങ്ങനെ പറയാം. ആ സെൻസ് മനസ്സിലായില്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ അനു പറയാണ്, കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർ TV ഉണ്ടല്ലോ കാണുകയില്ല. എങ്ങനെ പറയാം? ഓൾസോ, കൂടാതെ, ഓൾസോ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യുക. ഈ റീസണിനെ കുറിച്ച് കുറേ നമുക്ക് കുറ്റം പറയാം. ഓൾസോ അവൾ TV കാണുകയില്ല. ഷീ ഡസൻറ്റ് വാച്ച് TV അറ്റ് ഓൾ. കാണാറേ ഇല്ല തീരെ, അറ്റ് ഓൾ. ഷീ ഡസൻറ്റ് വാച്ച് TV അറ്റ് ഓൾ. കൂടാതെ ഓൾസോ ഷീ ഡസൻറ്റ് വാച്ച് TV അറ്റ് ഓൾ. എങ്ങനെയാണോ ജീവിതം എന്ന് അനു പറയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 months എന്ന് വെച്ചാൽ 90 days 15 minutes എല്ലാ ദിവസവും ആ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ കോഴ്സ് തീർക്കാൻ പറ്റും. 6 months കോഴ്സ് വാലിഡിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 3 മാസം കൂടെ ഉണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, easyenglishwithvini@gmail.com. അപ്പോൾ കുറേ കാര്യങ്ങൾ, വൊക്കാബുലറി ഒക്കെ നമുക്ക് ആ കോഴ്സിൽ തന്നെ നമുക്ക് നന്നായി ഇമ്പ്രൂവ് ചെയ്യാം. കാരണം കുറേ ക്വിസും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ ദിവസവും 15 മിനിറ്റ് ഏതെങ്കിലും ഒരു സമയത്ത്, ലൈവ് ക്ലാസ് അല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കോഴ്സ് എടുക്കുക. വെറുതെ ചില കുട്ടികളൊക്കെ വന്നിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ലാണ്ട് തിരിഞ്ഞു നോക്കാണ്ട് പോകും, അങ്ങനെയുള്ളവർ എടുക്കരുത്. നല്ല സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് നല്ല സൂപ്പർ ആണെങ്കിൽ ആ കോഴ്സ് എടുക്കുക. അതിനെല്ലാ സംശയം എന്നോട് തന്നെ ചോദിക്കുക. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ട്രെയിനേഴ്സൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പ്രൊഫഷണൽ ആൾക്കാർക്ക്, ടൈം വളരെ കുറവാണ്, വൃത്തിക്ക് നമുക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ആൾക്കാർക്കുള്ള കോഴ്സാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇമെയിൽ അയച്ചോളൂ കേട്ടോ. അപ്പം മനു ചോദിക്കുകയാണ്, എപ്പം മുതൽ? നമ്മൾ ഒരുമിച്ച് TV കാണാറുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ആര്യ വലിയ കാര്യത്തിൽ പറഞ്ഞില്ലേ, ഞാനും TV കാണാറില്ല. ഐ ഡോണ്ട് വാച്ച് TV ഐദർ. അപ്പം മനു ചോദിക്കുക, എപ്പം മുതൽ? എപ്പം മുതൽ എങ്ങനെ പറയും? സിൻസ് വെൻ. എപ്പം മുതൽ? സിൻസ് വെൻ. അപ്പോൾ ഈ സിൻസ് വെൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പല കാര്യത്തിലും പറയാം കേട്ടോ. എന്നു മുതലാണ് ഒരു കാര്യം ചെയ്യാറുള്ളത്? സിൻസ് വെൻ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കാൽപ്പാടുകൾ കാണാറുണ്ടായിരുന്നു. എന്നു മുതൽ? പോലീസ് ചോദിക്കാം, എന്നു മുതലാണ് നീ അവിടെ കാൽപ്പാടുകൾ കാണാറുള്ളത്? സിൻസ് വെൻ. കഴിഞ്ഞ മൺഡേ എന്നുള്ള രീതിയിൽ. അതെ, എപ്പം മുതൽ? സിൻസ് വെൻ. നമ്മൾ ഒരുമിച്ചല്ലേ TV കാണാറുള്ളത്? പണ്ട് കാണാറുണ്ടായിരുന്നു, ഇപ്പം പിന്നെ മനു ഭയങ്കര തിരക്കായില്ലേ. പണ്ട് നമ്മൾ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കാം. വി യൂസ് ടു വാച്ച് TV ടുഗെദർ. വി യൂസ് ടു ഡു സംതിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. പണ്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അതാണ് ഇങ്ങനെ പറയാം. പണ്ടൊരിക്കൽ TV നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വി വാച്ച്ഡ് TV ടുഗെദർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. ആ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നമ്മൾ ഒരുമിച്ച് മാർച്ച് പാസ്റ്റ് ഒക്കെ കാണാൻ വേണ്ടി TV കണ്ടില്ലേ? വി വാച്ച്ഡ് TV. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു തവണയല്ല, നമ്മളങ്ങനെ സ്ഥിരമായിട്ട് പണ്ട് ചെയ്യാറില്ല. വി യൂസ് ടു വാച്ച് TV ടുഗെദർ. മനസ്സിലായി? പണ്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു വാച്ച്. ഈ പറയുമ്പോഴേ യൂസ്ഡ് ടു വാച്ച് 2 തവണ പറഞ്ഞാൽ നമുക്ക് വേദനിക്കും. അപ്പോൾ യൂസ് ടു വാച്ച്, യൂസ്ഡിൻ്റെ D അങ്ങോട്ട് കേൾക്കില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറേ സൗണ്ട്സ് ഉണ്ട്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചില ലെറ്റേഴ്സൊക്കെ അങ്ങോട്ട് കേൾക്കില്ല. വി യൂസ് ടു വാച്ച് TV ടുഗെദർ. ഇതിൻ്റെ അർത്ഥം തന്നെ യൂസ്ഡ് ടു തന്നെ. അവിടെ യൂസ് ടു ഉപയോഗിക്കാൻ പറ്റില്ല, എഴുതുമ്പോൾ തെറ്റിപ്പോരുത്.
പറയുമ്പോൾ യൂസ് ടു വാച്ച് എന്ന് കേൾക്കുള്ളൂ. വി യൂസ് ടു വാച്ച് TV ടുഗെദർ, ഒരുമിച്ച്. അപ്പോൾ ആര് പറയാ, ഞാൻ കഴിഞ്ഞ വർഷം അത് നിർത്തി. ഐ ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. ഐ ക്വിറ്റ് എന്ന് വെച്ചാൽ നിർത്തി. ചിലർ പുകവലി നിർത്തി എന്നൊക്കെ പറയില്ലേ, ഐ ക്വിറ്റ് സ്മോക്കിംഗ്. അപ്പോൾ ആൾ TV ആണ് നിർത്തി. ഐ ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. അപ്പോൾ അനു, അപ്പോൾ നീ ജോലിക്ക് ശേഷം എന്താ വീട്ടിൽ ചെയ്യുക? ദെൻ വാട്ട് ഡു യു ഡു? എന്താണ് നീ ചെയ്യാറ് വീട്ടിൽ, അറ്റ് ഹോം, ജോലിക്ക് ശേഷം, ആഫ്റ്റർ വർക്ക്? ദെൻ വാട്ട് ഡു യു ഡു അറ്റ് ഹോം ആഫ്റ്റർ വർക്ക്? എന്നോടൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ, ശരിയായിക്കോളൂ. ദെൻ വാട്ട് ഡു യു ഡു അറ്റ് ഹോം ആഫ്റ്റർ വർക്ക്? അതൊക്കെ പറയണോ? ദെൻ വാട്ട് ഡു യു ഡു അറ്റ് ഹോം ആഫ്റ്റർ വർക്ക്? ഒന്ന് ഓർക്കെ, സ്പീഡിൽ പറഞ്ഞോക്കെ. ദെൻ വാട്ട് ഡു യു ഡു അറ്റ് ഹോം ആഫ്റ്റർ വർക്ക്? അപ്പോൾ ആര്യ, ഞാൻ ഓൺലൈൻ ഗെയിംസ് ലാപ്ടോപ്പിൽ കളിക്കും. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ കളിക്കും എന്ന് പറയുമ്പോൾ കളിക്കാറുണ്ട് എന്നുള്ള അർത്ഥമല്ലേ, ഫ്യൂച്ചർ അല്ല പറയണത് അല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാറ് എന്നുള്ള അർത്ഥത്തിൽ ഞാനവിടെ കളിക്കും. അങ്ങനെ അവിടെ ആ കളിക്കും എന്ന് പറഞ്ഞാലും നാളെ കളിക്കുന്ന കാര്യമല്ല പറയണേ, കളിക്കാറുണ്ട്. എങ്ങനെ പറയാ? ഓൺലൈൻ ഗെയിംസ് കളിക്കുക. ഐ പ്ലേ ഓൺലൈൻ ഗെയിംസ് ഓൺ മൈ ലാപ്ടോപ്പ്. ഐ പ്ലേ ഓൺലൈൻ ഗെയിംസ് ഓൺ മൈ ലാപ്ടോപ്പ്. എൻ്റെ അനിയത്തി എൻ്റെ കൂടെ കളിക്കാറുണ്ട്. മൈ സിസ്റ്റർ പ്ലേസ് വിത്ത് മീ ടു. കണ്ടോ? ഐ പ്ലേ, മൈ സിസ്റ്റർ പ്ലേസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഐ പ്ലേ ഓൺലൈൻ ഗെയിംസ് ഓൺ മൈ ലാപ്ടോപ്പ്. മൈ സിസ്റ്റർ പ്ലേസ് വിത്ത് മീ ടു. അവൾ എൻ്റെ കൂടെ കളിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും വേറെ ഒരാൾ, നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ ഇന്നൊരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസ് മാത്രം കേട്ടോ, ചെയ്ത് കഴിഞ്ഞതോ പണ്ട് ചെയ്യാറുണ്ടെന്നോ അതൊന്നുമല്ല. അങ്ങനൊരു കാര്യം വേറൊരാൾ ചെയ്യാറുണ്ട്, ഈ സെൻറ്റൻസുകൾ മാത്രം എസ് വരണം ആ വേർബിനൊപ്പം. മൈ സിസ്റ്റർ പ്ലേസ് വിത്ത് മീ ടു. ഞാൻ ഗ്രാമർ പറയില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം ആ ഡിഫറൻസേ. അപ്പോൾ അനു പറയാ, എനിക്ക് വർക്കിന് ശേഷം TV കാണാൻ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. എങ്ങനെ പറയാ? ഐ ഡോണ്ട് ഹാവ് എനി ടൈം. എനിക്ക് ടൈമേ കിട്ടാറില്ല. ഐ ഡോണ്ട് ഹാവ് എനി ടൈം. എന്തിന്? ടു വാച്ച് TV. എപ്പോ? ആഫ്റ്റർ വർക്ക്. ഐ ഡോണ്ട് ഹാവ് എനി ടൈം ടു വാച്ച് TV ആഫ്റ്റർ വർക്ക്. ഒന്നുകൂടെ. ഐ ഡോണ്ട് ഹാവ് എനി ടൈം ടു വാച്ച് TV ആഫ്റ്റർ വർക്ക്. തിങ്കളാഴ്ചകളിൽ ഞാൻ ക്ലയൻറ്റിൻ്റെ ഓഫീസിലേക്ക് പോകും എന്നുവെച്ചാൽ പോവാറുണ്ട്. എങ്ങനെ പറയാം? പോവാന്ന് വെച്ചാൽ ഗോ. ഐ ഗോ എങ്ങോട്ട്? ടു ദ ക്ലയൻറ്റ്സ് ഓഫീസ്. എപ്പോ? തിങ്കളാഴ്ചകളിൽ. എങ്ങനെ പറയും? ഓൺ മൺഡേസ്. ഐ ഗോ ടു ദ ക്ലയൻറ്റ്സ് ഓഫീസ് ഓൺ മൺഡേസ്. ഞാൻ മൺഡേ മുതൽ ഫ്രൈഡേ വരെ വർക്ക് ചെയ്യാറുണ്ട്. ഐ വർക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ഫ്രൈഡേ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച, മൺഡേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച. ഐ വർക്ക് ഫ്രം, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ ആഴ്ചയിൽ വർക്ക് ചെയ്യുക? മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യാറുണ്ട്. വീക്കെൻഡ്സിൽ ഞാൻ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ പോകുന്ന വെച്ചാൽ വീട്ടിൽ പോകാറുണ്ട്. ഓൺ വീക്കെൻഡ്സ് എങ്ങോട്ട് പോകും? ഐ ഗോ ഹോം. ഇവിടെ ശ്രദ്ധിക്കണം, ഐ ഗോ ടു ഹോം എന്ന് പറയരുത്. ഈ ചില വാക്കുകളുണ്ട്, ഹോം, ഔട്ട്സൈഡ്, അബ്രോഡ്, അപ്സ്റ്റേഴ്സ്, ഡൗൺ സ്റ്റേഴ്സ്, ഇതിനൊന്നും അപ്പുറത്ത് ടു വേണ്ട. പൊതുവെ നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ടെന്ന് പറയണമെങ്കിൽ ഐ ഗോ ടു ദ മാർക്കറ്റ്. ഞാൻ അനുവിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, ഐ ഗോ ടു അനൂസ് ഹോം. പക്ഷെ നമ്മുടെ വീടാവുമ്പം ഐ ഗോ ഹോം. ഓക്കെ. അപ്പോൾ ഞാൻ വീക്കെൻഡ്സിൽ എൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഓൺ വീക്കെൻഡ്സ് ഐ ഗോ ഹോം. വീക്കെൻഡിൽ ഞാൻ TV കാണാറുണ്ട്. എങ്ങനെ പറയും? വീക്കെൻഡിൽ. അപ്പോൾ ഞാൻ TV കാണാറുണ്ട്. ഐ വാച്ച് TV എപ്പോൾ? വീക്കെൻഡിൽ. ഇത് നിങ്ങൾ UK ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അറ്റ് ദ വീക്കെൻഡ്. അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഓൺ ദ വീക്കെൻഡ്. രണ്ടും ശരിയാണ്, രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അമേരിക്കയിൽ പോയിട്ട് ഓൺ പറയണം, ബ്രിട്ടനിൽ പോയിട്ട് അറ്റ് പറയണമെന്നൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ പൊതുവെ ഏതാണ് ഉപയോഗിക്കുന്നത് അത് ഫോളോ ചെയ്തോളൂ. ഏത് ഉപയോഗിച്ചാലും തെറ്റല്ല കേട്ടോ. അപ്പോൾ ഐ വാച്ച് TV അറ്റ് ദ വീക്കെൻഡ്. വീക്കെൻഡിൽ ഞാൻ TV കാണാറുണ്ട്. അപ്പോൾ മനു പറയാണ്, ഞാൻ 2 തവണ, ആഴ്ചയിൽ 2 തവണ ജോലിക്ക് ശേഷം ജിമ്മിൽ പോകാറുണ്ട്. എങ്ങനെ പറയും? ഞാൻ പോവാറുണ്ട് അല്ലേ. ആദ്യം നമ്മൾ സെൻറ്റൻസ് എപ്പോഴും തുടങ്ങേണ്ടത് ആര് ചെയ്യാറുണ്ട്, എന്ത് ചെയ്യാറുണ്ട്. എന്ത്? ജിമ്മിൽ പോകാറുണ്ട്. ഗോ ടു ദ ജിം. ആര്? ഐ ഗോ ടു ദ ജിം 2 തവണ ആഴ്ചയിൽ. ശ്രദ്ധിക്കണേ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഐ ഗോ ടു ദ ജിം ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 തവണ. ട്വൈസ് എ വീക്ക്. ഒരു മാസത്തിൽ 2 തവണയാണെങ്കിലോ? ട്വൈസ് എ മന്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഐ ഗോ ടു ദ ജിം ട്വൈസ് എ വീക്ക് ആഫ്റ്റർ വർക്ക്. വർക്കിന് ശേഷം. ഐ ഗോ ടു ദ ജിം ട്വൈസ് എ വീക്ക് ആഫ്റ്റർ വർക്ക്.
കുറേ ടെൻസുകൾ ഉണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ലെസനാണ്. നിങ്ങളിത് കൃത്യമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആ വായിലിങ്ങനെ ആ ടെൻസുകളൊക്കെ ഒരു ടെൻഷൻ വരുന്ന സംഭവമില്ലേ, അതങ്ങ് മാറി കിട്ടും. ഓക്കെ, ചോദ്യങ്ങളുണ്ട്, ചെയ്യോ, ഉത്തരം ചെയ്യണേ. ഉത്തരം എഴുതിയിട്ട് കോമെന്റിൽ ഇടണം കേട്ടോ. ചോദ്യം ഇതാണ്, ഹൗ ഓഫ്റ്റൻ ഡു യു വിസിറ്റ് ദിസ് പ്ലേസ്? ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കാം, ഹൗ ഓഫ്റ്റൻ ഡു യു വിസിറ്റ് ദിസ് പ്ലേസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എത്ര കൂടുമ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് വരാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ടത്, ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ടത്, ഞാനിവിടെ വർഷത്തിൽ 2 തവണ വരാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാ ഇത് സെൻറ്റൻസ് ഉണ്ടാക്കുക? നമ്മുടെ മനു പറഞ്ഞിട്ടില്ലേ, ഐ ഗോ ടു ദ ജിം ട്വൈസ് എ വീക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട് 2 തവണ വർഷത്തിൽ. നോക്കിയിട്ടുണ്ടാക്കണേ. ഇനി ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം കേട്ടോ, റീസനെ കുറിച്ച് ചോദിക്കാം. അവൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്? വെൻ ഡസ് ഷീ ലീവ് ഹോം? അപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ടത്, അവള് 9 മണി, രാവിലെ 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അതാണ് നിങ്ങൾ എഴുതേണ്ട ഉത്തരം. അവള് ഇറങ്ങാന്ന് വെച്ചാൽ ലീവ്, ഞാൻ പറഞ്ഞില്ലേ, വെൻ ഡസ് ഷീ ലീവ് ഹോം. അപ്പം അതിൻ്റെ ഉത്തരം, അവള് 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഇനി റീസയുടെ കുടുംബക്കാരെ കുറിച്ച് ചോദിക്കാം. കുറ്റം പറയാം നമുക്ക് റീസനെ കുറിച്ചെന്ന്. അപ്പോൾ റീസയുടെ കുടുംബക്കാർ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ് എന്ന് ചോദിക്കാം. അവർ വാട്ട് ഡു ദേ ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഡു ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പറയേണ്ടത്, അവർ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ്. അപ്പോൾ ഈ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇംഗ്ലീഷിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നല്ലൊരു ലീപ്പ് എടുക്കും, എന്നുവെച്ചാൽ ചാട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ അറിവ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഇനി വീട്ടിലെ കുട്ടികളോട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, മോണ്ടെസറി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറലി നമുക്ക് ഇതുമാതിരി കുറേ കോൺവെർസേഷൻസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ട്. അത് ഗ്രാമർ പഠിപ്പിക്കില്ല കേട്ടോ, പറയില്ല, പറയാണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. എൻ്റെ മോനൊക്കെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അവൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമില്ല, പഠിച്ചത് ഇങ്ങനത്തെ കുറേ കോൺവെർസേഷൻ കേട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ കോൺവെർസേഷൻ ഞാൻ 30 ദിവസത്തെ കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് വാട്സാപ്പിലൂടെയാണ്. മറ്റേ ഞാൻ 90 ഡേ കോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ കോഴ്സ് വെബ്സൈറ്റിൽ കൂടെയാണ്. അത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന കോഴ്സ്, ഗ്രാമർ എല്ലാ കാര്യങ്ങളും. ഇത് സംസാരിക്കാൻ വേണ്ടി മാത്രം, അതിൻ്റെ ഗ്രാമർ ഒന്നും കവർ ചെയ്യാത്തൊരു കോഴ്സാണ്. ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത മാസം 15-ാം തീയതിയാണ് ബാച്ച് തുടങ്ങാൻ പോണത്. അപ്പോൾ 14-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ബാച്ചിൽ നിങ്ങൾക്ക് ചേരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവേത് അടിയിൽ രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ ഇഷ്ടമാണെന്നോ എന്താ കാര്യങ്ങൾ പലരും പറയാറുണ്ട്, വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. ഞാൻ അതൊക്കെ സ്വീകരിച്ചാണ് കോഴ്സ് മോഡിഫൈ ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപിടിപ്പുള്ള അഭിപ്രായങ്ങളാണ്, രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ. ഇത്രയും നേരം കേട്ടിരുന്നതിനും കണ്ടിരുന്നതിനും നന്ദി. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.